ശ്രീ ജെയിംസ് ഷാമുവേൽ, അതായത് നിങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാം 2017 മുതൽ തുടരുന്നത് പോലെ, നിങ്ങളുടെ കയ്യിൽ ആരും പിടിക്കുന്നില്ല. പക്ഷേ കൊടിതോരണങ്ങളും പോസ്റ്ററും വെച്ച് DYFI ആണ് ഇത് വിതരണം ചെയ്യുന്നതെന്ന് എന്ന് പറയാൻ പാടില്ല എന്നാണത്രേ അവരുദ്ദേശിച്ചത്. ഞങ്ങളിപ്പോൾ ഭക്ഷണപ്പൊതി വിതരണവുമായി ബന്ധപ്പെട്ട് എങ്ങും കൊടി ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് വിവിധ ഹോസ്പിറ്റലുകളിൽ ഞങ്ങളിപ്പോൾ കേരളത്തിൽ നടത്തുന്ന ഏത് ഹോസ്പിറ്റലുകൾ പരിശോധിക്കാം. ഒരു കൊടിയും ഞങ്ങൾ വെക്കാറില്ല, ഒരു പ്രചരണവും നൽകാറില്ല. പിന്നെ വാഹനത്തിൽ ഇത് കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ പതാക പിടിക്കുന്നതിൽ എന്താണ് തെറ്റ്? അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് കൊടുക്കുക. എന്താ യൂത്ത് കോൺഗ്രസ് കൊടുക്കാൻ കഴിയാത്തത്? പിന്നെ യൂത്ത് കോൺഗ്രസ് ചെയ്തതിൻ്റെ പുണ്യപ്രവൃത്തിയെ സംബന്ധിച്ചത് പറഞ്ഞു. ജീവിതത്തിൽ ഇന്ന് വരെ യൂത്ത് കോൺഗ്രസ് ചെയ്തൊരു പുണ്യപ്രവൃത്തി പറ. എന്താ പുണ്യപ്രവൃത്തി? അത് മുൻ സംസ്ഥാന അതെ അതെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് പിരിച്ച മുഴുവൻ പണവും കട്ടോട്ട് പോയവരാണ്. മുഴുവൻ പണവും കട്ടോട്ട് പോയി. എന്നിട്ട് ദുരിതാശ്വാസത്തെ കുറിച്ച് പറയുക. അവരുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ മഹാമാതൃകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ. ആ മാതൃകയാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. രജിൻ തിരിച്ചെത്താം. ജെയിംസ് ഷാമുവേൽ കഴിയട്ടെ. മാതൃകയാണ് നിങ്ങളുടെ പഴയ അധ്യക്ഷൻ. പരസ്യമായ സംവാദത്തിന് തയ്യാറാണോ? അത് നെഹ്റുവിയൻ സോഷ്യലിസത്തിനെതിരാണ്. കാരണം അതിൽ വിഷയത്തെ കുറിച്ച് പറയട്ടെ. അതിപ്പോ അപ്പൊ എന്താ പ്രയാസം എന്ന് ചോദിച്ചാൽ, ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് വെറുതെ തർക്കം ഉണ്ടാക്കുക. തർക്കമൊക്കെ ഓരോന്ന് പറയാം, ചർച്ചയ്ക്കും തയ്യാറാണ്. ഇപ്പോൾ ഈ ഹൃദയപൂർവ്വത്തിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇന്ന് വന്ന നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞതെന്താ? DYFIയുടെ പൊതിച്ചോറാണ് പ്രശ്നം. ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ സംബന്ധിച്ച്, ആരോഗ്യ വിഷയത്തെ സംബന്ധിച്ച്, അവിടുത്തെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ മോശാവസ്ഥയെ സംബന്ധിച്ച്, അവിടുത്തെ ഡോക്ടർമാരുടെ കുറവിനെ സംബന്ധിച്ച്, അവിടുത്തെ മരുന്നില്ലാത്തതിനെ സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തിയോ? നിങ്ങളുടെ മന്ത്രി നടത്തിയോ? ഒരു പ്രസ്താവന നടത്താൻ തയ്യാറായില്ലല്ലോ. ആകെ പ്രശ്നം എന്താ? മെഡിക്കൽ കോളേജ് DYFI ഭക്ഷണപ്പൊതി കൊണ്ടുവരുന്നു. അതിനെന്താണ് ഈ അസഹിഷ്ണുത? അത് സുധാകരൻ്റെ അസഹിഷ്ണുതയാണ്. സുധാകരൻ 2017 ജൂൺ മാസം 3-ാം തീയതി ഈ പദ്ധതി തുടങ്ങുമ്പോൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ എഴുതിയ വലിയ ലേഖനമുണ്ട്, വായിച്ചു നോക്കണം. അന്ന് പുണ്യപ്രവർത്തിയ DYFI അല്ല ഒരു സംഘടനയ്ക്ക് നടത്താൻ കഴിയില്ലെന്ന് എഴുതി തീർന്ന സുധാകരൻ ആ നാക്കുകൊണ്ട് തന്നെ പുഴുത്ത വാക്കുകൾ ഇപ്പോൾ കേരളത്തിനകത്ത് ഉപയോഗിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ അപമാനമാണത്. എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ ഹൃദയപൂർവ്വത്തെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇന്ന് വരെ ആ ഹൃദയപൂർവ്വത്തിൻ്റെ ഭക്ഷണപ്പൊതി വിതരണം ചെയ്തതിൻ്റെ പേരിൽ ഒരു വോട്ട് ഒരാളോട് ചോദിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്? DYFI സമൂഹത്തിൽ ഏറ്റവും സജീവമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. അതിൽ UDFനും കോൺഗ്രസിനും സുധാകരനും ഉണ്ടായ അസഹിഷ്ണുതയാണ്, രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ മുഖമാണ് ഇന്ന് മുരളീധരനിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അത് സുധാകരൻ്റെ ഒത്താശയോടും സുധാകരൻ്റെ മന്ത്രമുതലിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടായത് തന്നെയാണ്. സുധാകരൻ ഇന്നലെ വരെ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ സംഘടനയിൽ നിന്ന് വലതുപക്ഷത്തേക്ക് പോയപ്പോൾ ആ വലതുപക്ഷത്തിൻ്റെ എല്ലാ നെറികേടും പേറുന്നയാളായി സുധാകരൻ മാറിയിട്ടുണ്ട്. ഇവിടെ DYFI ഒരു ഘട്ടത്തിലും